ആദ്യമായി ഞാൻ പാർട്ടിൻ്റെ പേരും എല്ലാ മലയാളികളുടെ പേരും ഞാൻ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ കാരണം നമ്മളുടെ ഫ്യൂൽ പ്രൈസസ് എല്ലാം വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്ന് എടുത്തൊരു തീരുമാനം സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടി 13 രൂപയിൽ നിന്ന് 3 രൂപയിലേക്ക് കട്ട് ചെയ്യുന്നത് ജനങ്ങൾക്ക് വളരെ അതിന് ബെനിഫിറ്റ് കിട്ടും. അതുകൊണ്ട് ഞാൻ ആദ്യമായി അദ്ദേഹത്തോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒപ്പം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒരു നിവേദനം, ഒരു അഭ്യർത്ഥന, അദ്ദേഹവും സ്റ്റേറ്റിൻ്റെ വാറ്റ് അത് കട്ട് ചെയ്യണം. എന്നാലാണ് സാധാരണ ജനങ്ങൾക്ക് ഫ്യൂൾ പ്രൈസസിൻ്റെ വില അവർ സഹിക്കാൻ പോകുന്ന ആ വിലയിൽ കുറച്ച് കമ്മിയാക്കാൻ അവരും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ആ വാറ്റ് കട്ട് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന, ഞങ്ങളുടെ ഒരു ആവശ്യം, ജനങ്ങളുടെ ഒരു ആവശ്യം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളൊരു 2 ദിവസമായിട്ട് കാണുന്നത് നേമം മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥി, CPM സ്ഥാനാർത്ഥിയായ മന്ത്രി ശിവൻകുട്ടിജി ജയിക്കാൻ അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളുടെ ഓരോരോ ഉദാഹരണം നമുക്ക് കാണാൻ കിട്ടുന്നു. ഒന്ന്, രാജീവ് എന്ന പേര് ഉള്ള ഒരു CPM ബ്രാഞ്ച് സെക്രട്ടറിനെ ഇൻഡിപെൻഡൻറ്റ് സ്ഥാനാർത്ഥിയാക്കുന്നു. ഓക്കെ, അതൊന്ന്. ശരി, ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണ് ഒരു ലിസ്റ്റ്. ഡീറ്റെയിൽസ് ഓഫ് സ്റ്റാഫ് പോസ്റ്റഡ് ടു അസിസ്റ്റ് ദ ഇലക്ഷൻ കമ്മീഷൻ റിട്ടേണിംഗ് ഓഫീസർ. ഈ ലിസ്റ്റിൽ ഒരു 100 പേരുണ്ട്. എല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്, പക്ഷേ എല്ലാവരും ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. ഇതാണ് ഇവരെ പേടി. 10 കൊല്ലം ഭരിച്ചു, എല്ലാം ശരിയാവുമെന്ന് വാഗ്ദാനം കൊടുത്ത് എലക്ഷൻ വരുമ്പോൾ ജയിക്കാൻ ഇതാണ് അവരുടെ തന്ത്രം. ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ എങ്ങനെയാണ് എലക്ഷൻ ജയിക്കുക? വിവാദം സൃഷ്ടിക്കുക, നുണ പറയുക, രാജീവ് എന്നൊരു പുതിയ പേരുള്ളൊരു CPM കാരനോട് മത്സരിപ്പിക്കാൻ പറയുക, എന്നിട്ട് ലേബർ മിനിസ്ട്രിയിൽ നിന്ന് എല്ലാവരും ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാരാക്കി അപ്പോയിൻ്റ് ചെയ്യുക. അല്ല, ഞാൻ വിചാരിച്ചു കോൺഗ്രസ് ആണ് ഏറ്റവും നാണമില്ലാത്തൊരു പാർട്ടി. ഇനിയിപ്പോൾ അതിൽ കോമ്പറ്റീഷൻ കൊടുക്കുന്നത് ശിവൻകുട്ടിജാണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം. അല്ല, അവർ ഉയർത്തും. അത് നിങ്ങളെന്തിനാണ് വലിയ രീതിയിൽ ഉയർത്തുന്നത്? അതാണ് എൻ്റെ ഒരു ചോദ്യം. ഇതിൽ സത്യമില്ല എന്ന് എല്ലാവർക്കും അറിയാം. അടുത്ത് തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത് ആരാണ് ഒരുമിച്ച്? CPM-ഉം കോൺഗ്രസ് അല്ലേ. 27 സംസ്ഥാനവും 8 യൂണിയൻ ടെറിട്ടറി ഒരു ഫോർമൽ പൊളിറ്റിക്കൽ അലയൻസിൽ ആരാണ്? CPM-ഉം കോൺഗ്രസ് അല്ലേ. നമുക്കെല്ലാവർക്കും അറിയാലോ, ഇവിടെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി 10 കൊല്ലം CPM ഇവിടെ നാട് നശിപ്പിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടീൻ്റെ മൗനം എന്തുകൊണ്ടായിരുന്നു? അപ്പോൾ നോക്കൂ, ഞങ്ങൾ വികസനം എന്ന് മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട് ഞങ്ങൾ ഏറ്റെടുക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു പുതിയ നെറേറ്റീവ് സൃഷ്ടിക്കാൻ കോൺഗ്രസും CPM ശ്രമിക്കുന്നു. അതിൽ മാധ്യമ സുഹൃത്തുക്കളിൽ പോയി ചാടണ്ടെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഇവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു ചുക്കുമില്ല. ഇത് ഇലക്ഷനാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി ചർച്ച ചെയ്യേണ്ട ഒരു ഇലക്ഷനാണ്. ഈ ഡീല് ഗീല് ഗൂലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നടക്കരുതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം ഇവിടെ ഒരു ഡീലും ഇല്ല. ഇവിടെ നടന്നത് 10 കൊല്ലം, 15 കൊല്ലം, 20 കൊല്ലം കുറ്റകരമായ അനാസ്ഥ, അഴിമതി, ദുർഭരണം, അനീതി ആണ് നടന്നിരിക്കുന്നത്. CPM-ഉം കോൺഗ്രസ് വഴി ജനങ്ങളെ വഞ്ചിക്കുന്നത് കോൺഗ്രസും CPM-ആണ്. ഈ ഇലക്ഷൻ്റെ 10 ദിവസം മുമ്പ് എന്താണ് ഈ ഡീലിൻ്റെ ഒരു നറേറ്റീവ്? എന്തുകൊണ്ട്? എന്താണ് കാരണം? ഒന്ന് നിങ്ങളെല്ലാം ചോദിക്കണ്ടേ? ചോദിക്കൂ. അതിൻ്റെ ഉത്തരം, അതിൻ്റെ മറുപടിയാണ് ഇവർക്ക് വികസനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല, കഴിവില്ല. ഞാനും തയ്യാറാണല്ലോ. പക്ഷെ നുണ പറയാൻ പാടില്ല. അതാണ് എൻ്റെ കണ്ടീഷൻ. അവിടെ പോയിട്ട് കൈരളി TV-ക്ക് കൊടുക്കുന്ന നുണ അവിടെ പറയാൻ പാടില്ല. അതാണ് എൻ്റെ ഒരു ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു കണ്ടീഷൻ.
ഓ ഞാൻ റെഡിയാണ്, റെഡിയാണ്. പറയൂ പറയൂ, വിളിക്കൂ.